നമ്മളൊരു കാര്യം ഒരാളോട് പറയുമ്പോൾ അവരതിനെ എതിർത്ത് നിൽക്കുന്നതിനാണ് നമ്മൾ അഗ്രഷൻ എന്ന് പറയുന്നത്. ഈ അഗ്രഷൻ പല രീതിയിലുണ്ട് കേട്ടോ. അതിൻ്റെ ഏറ്റവും മിനിമം ഉള്ളതാണ് പാസീവ് അഗ്രഷൻ. നമസ്കാരം, എല്ലാവർക്കും ആത്മസൂത്ര മൈൻഡ് കെയറിൻ്റെ സിമ്പിൾ 5ലേക്ക് സ്വാഗതം. എന്താണ് ഈ സിമ്പിൾ 5 എന്നറിയണ്ടേ? നമ്മുടെ ലൈഫിൽ ഓരോ സിറ്റുവേഷൻസ് വരുമ്പോൾ അതെന്താണെന്നുള്ള ഒരു അവെയർനെസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അത് മാത്രമല്ല, അങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ നമുക്ക് എങ്ങനെയാണ് ഒരു 5 സ്റ്റെപ്സിൽ അത് സോൾവ് ചെയ്യുക എന്നാണ് ഈ പ്രോഗ്രാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്കൊപ്പമുള്ളത് സിന്ധു നന്ദകുമാർ, കൺസൾട്ടൻറ്റ് സൈക്കോതെറാപ്പിസ്റ്റ് അറ്റ് ആത്മസൂത്ര മൈൻഡ് കെയർ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് പാസീവ് അഗ്രഷൻ. എന്താണ് അഗ്രഷൻ? നമ്മളൊരു കാര്യം ഒരാളോട് പറയുമ്പോൾ അവരതിനെ എതിർത്ത് നിൽക്കുന്നതിനാണ് നമ്മൾ അഗ്രഷൻ എന്ന് പറയുന്നത്. ഈ അഗ്രഷൻ പല രീതിയിലുണ്ട് കേട്ടോ. അതിൻ്റെ ഏറ്റവും മിനിമം ഉള്ളതാണ് പാസീവ് അഗ്രഷൻ. ഇത് നമ്മൾ നമ്മുടെ കുട്ടികളിൽ കാണും, ചിലപ്പോൾ നമ്മുടെ കൊളീഗ്സിൽ കാണും, ചിലപ്പോൾ നമ്മളുടെ പാർട്ട്നേഴ്സിൽ കാണും, ചിലപ്പോൾ നമ്മൾ അത്രയധികം സ്നേഹിക്കുന്ന പലരിലും പബ്ലിക്കിലും കാണാറുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം മാത്രമാണ് ആ വ്യക്തിയെടുത്ത് ഇൻട്രാക്ട് ചെയ്യുന്നതെങ്കിൽ അവരൊരു പാസീവ് അഗ്രഷൻ കാണിക്കുമ്പോൾ നമ്മളത് തിരുത്താൻ പോകേണ്ട കാര്യമില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുറേ നാളത്തേക്ക് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാസീവ് അഗ്രഷൻ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ പറയുന്ന ഒരു കാര്യം അവർക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം അവർക്ക് ചെയ്യാൻ താല്പര്യമില്ലാതെ വരുന്ന സിറ്റുവേഷൻസിൽ അവർ എക്സിബിറ്റ് ചെയ്യുന്ന ചില ക്വാളിറ്റീസിനെയാണ് നമ്മൾ പാസീവ് അഗ്രഷൻ എന്ന് പറയുന്നത്. ഇത് പല രീതിയിലുണ്ട്. ചിലപ്പോൾ അതൊരു സൈലൻസിലാണ് അവരത് എക്സിബിറ്റ് ചെയ്യുക. നമ്മൾ എന്ത് പറഞ്ഞാലും അത് കേൾക്കാതിരിക്കുന്ന ഒരവസ്ഥ. ഏറ്റവും നന്നായിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ മക്കളുടെ സ്വഭാവമാണ്. നമ്മൾ ചിലപ്പോൾ എത്ര വിളിച്ചാലും അവർ വിളി കേൾക്കില്ല. കാരണം അവർക്കറിയാം ആ വിളി കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത എന്തെങ്കിലും ഒരു ജോലിയോ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. നമ്മളുടെ മക്കൾ കാണിക്കുന്ന പാസീവ് അഗ്രഷൻ്റെ ഒരു മോഡലാണ് സൈലൻസ്, അല്ലെങ്കിൽ അതിന് ഒരു റിയാക്ഷൻ തരാതിരിക്കുന്നത്. ഇനി വേറൊരു മോഡലുണ്ട്. അതായത് നമ്മളെപ്പോഴെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അവരത് കേൾക്കും, അത് അക്നോളജ് ചെയ്യും, പക്ഷേ അവരത് ചെയ്യൂല. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒരു കൊളീഗിൻ്റെ അടുത്ത് നമ്മൾ പറയും, ഇന്ന ഈ ഒരു വർക്ക് നമുക്ക് ചെയ്തു തരണം എന്ന് പറയും. അപ്പോൾ അവർ ഓക്കെ ഞാൻ ചെയ്തു തരാം എന്ന് പറയും. എന്നിട്ട് പക്ഷേ എന്നെ തള്ളി നീക്കും. അവസാനം ഗതി കെട്ട് നമ്മൾ തന്നെ അത് ചെയ്യും. അത് ചിലപ്പോൾ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കാനായിരിക്കും, ചിലപ്പോൾ ഒരു ഡിസൈനിങ് വർക്ക് ആയിരിക്കാം, ചിലപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ആയിരിക്കാം, അവരത് ചെയ്തു തരില്ല. അപ്പോൾ പ്രോക്രാസ്റ്റിനേഷൻ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം കുറേ സമയത്തേക്ക് നീട്ടി വെച്ച് അവസാനം നമ്മൾ ഗതികെട്ട് നമ്മൾ തന്നെ അത് ചെയ്യുന്നതും ഒരു ടൈപ്പ് ഓഫ് പാസീവ് അഗ്രഷനാണ്. ഇനി മൂന്നാമതായിട്ടൊരു മോഡലുണ്ട്. അത് നമ്മൾ പറയുന്നതിനെ കളിയാക്കി അവിടെ വെച്ച് തന്നെ നമ്മൾ പറയുന്ന കാര്യത്തിന് അവിടെ തന്നെ നശിപ്പിച്ച് കളയുന്നൊരു കാര്യം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ട്രിപ്പ് പോവുകയാണെന്ന് വിചാരിക്കാം. കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് നമ്മളൊരു ട്രിപ്പ് പോവാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയും, ഓക്കെ എല്ലാവരും കറക്റ്റ് 8 മണിക്ക് റെഡിയായി നിൽക്കണം എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൽ ആരെങ്കിലും ഒരാളുണ്ടാവും അതിനകത്ത് താല്പര്യമില്ലാത്ത ആൾ, അല്ലെങ്കിൽ നമ്മൾ അത് പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ. അപ്പോൾ അവർ പറയും, എന്ത് കാര്യം, ഞാൻ 8 മണിക്ക് വന്നാലും നിങ്ങളെല്ലാവരും ലേറ്റ് ആവും. അപ്പോൾ തന്നെ നമ്മൾ പറയുന്നതിന് ഒരു നള്ളിഫൈ ചെയ്യുന്ന, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പറയുന്ന ഒരു രീതിയാണ് ഈ 3rd മോഡൽ. ഈ 3 രീതിയിൽ പ്രതികരിച്ചാലും ഇതെല്ലാം പാസീവ് അഗ്രഷനാണ്. നമുക്ക് ലോങ് റണ്ണിൽ ഇത് ടോളറേറ്റ് ചെയ്യാൻ പറ്റൂല. കാരണം അത് നമ്മളെ വല്ലാണ്ട് നെഗറ്റീവ് ആക്കുകയും അത് നമ്മളെ ഫ്രസ്ട്രേറ്റഡ് ആക്കുകയും നമ്മളും അവരും തമ്മിലുള്ള ഒരു ബ്യൂട്ടിഫുൾ റിലേഷനിൽ അതൊരു വിള്ളലായി മാറുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇനി അറിയേണ്ടത്, ഇങ്ങനൊരു പാസീവ് അഗ്രഷൻ ചെയ്യുന്ന ഒരാൾ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം. അതിനുള്ള 5 ടിപ്സിലേക്കാണ് നമ്മളിനി പോകുന്നത്. പാസീവ് അഗ്രഷനിൽ ആദ്യം നമ്മൾ ഓർക്കേണ്ട കാര്യം, ടിപ്പ് നമ്പർ 1, അതായത് നമ്മൾ ഒരിക്കലും ദേഷ്യം പിടിക്കരുത്. നമ്മൾ അവെയർ ആവണം ഇവർ നമ്മളോട് കാണിക്കുന്നത് പാസീവ് അഗ്രഷൻ ആണെന്ന്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മളെപ്പോഴും റിലാക്സ്ഡ് ആയിട്ട് കാമായിട്ടിരിക്കണം. അതാണ് ടിപ്പ് നമ്പർ 1. രണ്ടാമത്തെ കാര്യം, നമ്മൾ അവരെ പക്ഷെ അറിയിക്കണം നമ്മൾ ഇത് തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് അക്നോളജ്മെൻറ്റ്, അല്ലെങ്കിൽ ഇതെന്നെ കളിയാക്കി പറഞ്ഞതാണ് എന്ന് നമ്മൾ അവരുടെ അടുത്ത് തന്നെ ഡയറക്റ്റായിട്ട് പറയാം. പക്ഷേ അവരെ അക്യൂസ് ചെയ്ത് അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരിക്കലും സംസാരിക്കരുത്. ടിപ്പ് നമ്പർ 3, നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, അവരോട് ചോദിക്കുക, ഇതെന്താ ഈ പ്ലാൻ പൊളിക്കാനുള്ള പരിപാടിയാണോ അതേ ഇത് ഇമ്പ്രൂവ് ചെയ്യാനുള്ളതാണോ?
അപ്പോൾ തന്നെ അവരൊന്ന് അവെയറായിട്ട് അവരുടനെ തന്നെ അങ്ങനെയല്ല, ഞാനൊരു സജഷൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയും. അപ്പോഴും നമ്മളൊരു ചെറിയ ചിരിയോടുകൂടി വളരെ സൗമ്യമായിട്ട് മാത്രമേ സംസാരിക്കാവുള്ളൂ. നമ്മൾ എപ്പോഴെങ്കിലും ഒരു റിലേഷനിൽ ഒരു കുറ്റപ്പെടുത്തൽ രീതിയിൽ സംസാരിച്ച് തുടങ്ങിയാൽ ഓർക്കുക, ആ റിലേഷൻ ഒരിക്കലും ഇമ്പ്രൂവ് ആവില്ല, അത് അതിനെക്കാട്ടിലും വഷളാവുകയുള്ളൂ. നൗ ടിപ്പ് നമ്പർ 4. നമ്മൾ പലപ്പോഴും ഇവരോട് ഇങ്ങനെയൊക്കെ പ്രതികരിക്കുമ്പോൾ അവർ നെഗറ്റീവായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും പറയുക. അത് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും അവർക്കൊരു സേഫ് പ്ലേസ് ആയിരിക്കണം. അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് അവർ പറയുന്നതെങ്കിൽ നമ്മളോട് പറയാനുള്ളൊരു സ്പേസ് അവർക്ക് കൊടുക്കുക. അതായത് അവരോട് പറയുക, ശരിയാണ്, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷെ നമുക്കിത് ചെയ്ത് തീർക്കണ്ടേ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എന്ന് കൂടി ആലോചിച്ച് അത് സോൾവ് ചെയ്യാൻ നോക്കുക. ടിപ്പ് നമ്പർ 5 ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നമ്മൾ അവരെ ഇതിനെല്ലാം പറഞ്ഞ് അവെയറാക്കുക. പക്ഷേ ഒരിക്കലും അതൊരു നെക്സ്റ്റ് ലെവലിലോട്ട് ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി കൊണ്ടുപോവാതിരിക്കുക. അവരുടെ അടുത്ത് പറയുക, ഇറ്റ്സ് ഓക്കെ ടു ഫീൽ ദ ഡിഫിക്കൽറ്റി, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഓക്കെ ടു ബി നെഗറ്റീവ്. നമ്മളും അവരെയും നമ്മളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവെയറാക്കുക. ആൻഡ് ഓൾവേസ് റിമെമ്പർ ടു സ്റ്റേ പോസിറ്റീവ്. ദിസ് വാസ് സിന്ധു നന്ദകുമാർ, consultant psychotherapist at Atmasutra Mind Care. Thank you.